എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പം രേവതിക്കുട്ടി പറയുവാണ് അലീനയുടെ അച്ഛൻ ഒരു നോർത്ത് ഇന്ത്യൻ ആയിരിക്കുമെന്ന്. അന്നേരം നീ ഒന്ന് പോടി എന്ന് അലീന പറയുമ്പം രേവതിക്കുട്ടി പറയുന്നുണ്ട്, അതല്ലെന്നേ, മുത്തശ്ശിയുടെ മൂത്ത മകൻ അവിടെ പട്ടാളത്തിലായിരുന്നു എന്നല്ലേ പറഞ്ഞത്. അവിടെ പോയി താമസിച്ചപ്പോഴാണല്ലോ ചേച്ചി ഉണ്ടായത്. ആ സ്ഥിതിക്ക് അവിടെ ഏതെങ്കിലും ഒരു പട്ടാളക്കാരനാകാനാണ് സാധ്യത ചേച്ചിയുടെ അച്ഛൻ എന്ന് പറയും. എന്നിട്ട് പറയുന്നുണ്ട്, ചേച്ചി ഒരു കാര്യം ചെയ്യണം, ആ മുത്തശ്ശിയോടെങ്കിലും ഉള്ള സത്യങ്ങളൊക്കെ വിളിച്ച് പറയണം. മുത്തശ്ശിയുടെ വൈദ്യമോളുടെ മകളാണ് ഞാൻ എന്നുള്ള കാര്യം ആ മുത്തശ്ശിയെങ്കിലും അറിയട്ടെ എന്ന് പറയുമ്പം അലീന പറയുന്നുണ്ട്, പോടി, തോന്നിയത് വിളിച്ചു പറയാനുള്ളതാണോ നമ്മുടെ നാക്ക്, അങ്ങനെ പറയണ്ട എന്ന് പറയുമ്പം രേവതിക്കുട്ടി പറയുന്നുണ്ട്, അയ്യോ ആ മുത്തശ്ശി ഒരുപാട് പ്രായമായതല്ലേ, ആ മുത്തശ്ശി അറിയട്ടേന്നേ, ഈ വയസ്സാം കാലത്ത് മുത്തശ്ശിയെ പൊന്നു പോലെ നോക്കുന്നത് സ്വന്തം കൊച്ചുമകളാണെന്ന്, അതറിയാനുള്ള അവകാശം ആ മുത്തശ്ശിക്കില്ലേ എന്ന് ചോദിക്കുമ്പം അലീന പറയുന്നുണ്ട്, ഞാൻ ബ്രിജിത്താമ്മയ്ക്ക് ഒരു വാക്ക് കൊടുത്തായിരുന്നു, ആ വാക്ക് ഞാൻ പാലിക്കണ്ടേ, ആരോടും പറയില്ല എന്നാണ് ഞാൻ ബ്രിജിത്താമ്മയോട് പറഞ്ഞിരുന്നത് എന്ന് പറയുമ്പോൾ, ഓ അത് നേരാണല്ലോ എന്ന് രേവതിക്കുട്ടി പറയും. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴേക്കും അവിടുന്ന് ഗ്രേസിയമ്മ വിളിക്കൂ കേട്ടോ. അന്നേരം എന്നെ ഗ്രേസിയമ്മ വിളിക്കുന്നുണ്ട്, പിന്നെ വിളിക്കാട്ടോ എന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കുവാണ് രേവതിക്കുട്ടി. അന്നേരം രേവതി പറഞ്ഞതിനെ പറ്റി ഇങ്ങനെ കുറച്ച് നേരം ചിന്തിച്ച് നിൽക്കുന്നുണ്ട് അലീന. ഏതായാലും ഫോൺ വെച്ചിട്ട് രേവതിക്കുട്ടിയും കയറി വരുമ്പം ഗ്രേസിയമ്മ ചോദിക്കുന്നുണ്ട്, എന്തായിരുന്നു ഒരു രഹസ്യം പറച്ചിലെ, ആരായിരുന്നു ഫോണിൽ എന്ന് ചോദിക്കുമ്പോൾ, ഓ രഹസ്യം പറച്ചിലൊന്നും ആയിരുന്നില്ല, അലീന ചേച്ചി ആയിരുന്നു ഫോണിൽ എന്ന് പറയും. അന്നേരം ഗ്രേസിയമ്മ പിന്നെയും ചോദിക്കുമായിരുന്നു, എന്താടി രണ്ടുപേരും തമ്മിലൊരു രഹസ്യം പറച്ചിൽ, മാറി നിന്നുള്ള നിൻ്റെ സംസാരവും ആ രീതിയും ഒക്കെ കണ്ടാൽ തന്നെ അറിയാമല്ലോ എന്തോ രഹസ്യമുണ്ടെന്ന്, അത് തുറന്ന് പറ എന്ന് പറയും. അന്നേരം ഈശ്വര അതൊക്കെ അങ്ങനെ നോക്കി അറിയാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ, ചിലരുടെ നിപ്പും മട്ടുമൊക്കെ കണ്ടാൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവും, സത്യം എന്താണെന്ന് വെച്ചാൽ തുറന്ന് പറ എന്ന് പറയും. അന്നേരം രേവതിക്കുട്ടി പറയുവാണ്, അതെ ഒരു രഹസ്യമുണ്ട്, പക്ഷേ ഞാനത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രേസിയമ്മ ആകെ ഞെട്ടിപ്പോവും, അതുകൊണ്ടാണ് ഞാൻ പറയാത്തത് എന്ന് പറയുമ്പം ഗ്രേസിയമ്മ പറയുന്നുണ്ട്, നീ ഞെട്ടിയായി കൂടുതലൊന്നും ഞാൻ ഞെട്ടാൻ പോകുന്നില്ല, നീ കാര്യം എന്താ വെച്ചാൽ പറ എന്ന് പറയും. അന്നേരം രേവതിക്കുട്ടി പറയുവാണ്, അന്ന് അലീന ചേച്ചിയുടെ വയറ്റിൽ കത്രിക കുത്തി കയറിയില്ലായിരുന്നോ, അത് കസേരയിൽ നിന്ന് മറിഞ്ഞ് വീണപ്പോൾ സംഭവിച്ചതല്ല, അലീന ചേച്ചി തന്നെത്താനെ വയറിനിട്ട് കുത്തിയതാണെന്ന് പറയുമ്പോൾ, നീ എന്നതാടി ഈ പറയുന്നത്, തന്നെത്താനെ വയറിനിട്ട് കുത്തിയോ, അതെന്തിനാ എന്ന് ചോദിക്കുമ്പം രക്ഷപ്പെടാൻ വേണ്ടിയാണ് എന്ന് പറയും. അന്നേരം വീണ്ടും ഗ്രേസിയമ്മ ചോദിക്കുവാണ്, രക്ഷപ്പെടാൻ വേണ്ടി വയറിനിട്ട് കത്രിക വെച്ച് കുത്തിയോ, എനിക്ക് മനസ്സിലായില്ല നീ പറഞ്ഞത് എന്ന് പറയുമ്പം കാര്യങ്ങളൊക്കെ തുറന്ന് പറയുവാട്ടോ രേവതിക്കുട്ടി. അന്ന് ഞാൻ അലീന ചേച്ചി ഫോൺ വിളിച്ചിട്ട് വെച്ചതിന് ശേഷം എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നല്ലോ, അതിന് കാരണം ഉണ്ടായിരുന്നു. അന്ന് ഞാൻ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ രോഹിത്ത് വന്നിട്ടുണ്ടായിരുന്നു. രോഹിത്തും ഹരിയും കൂടി ചേച്ചീനെ റൂമിലേക്ക് വിളിച്ചു വരുത്തി, എന്നിട്ട് മയക്കുമരുന്നൊക്കെ കൊടുത്ത് റേപ്പ് ചെയ്യാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞാൽ ആ കാര്യങ്ങൾ മൊത്തം പറയുക. അന്നേരം അത് കേട്ടിങ്ങനെ അന്തിച്ച് നിൽക്കുവാണ് ഗ്രേസിയമ്മ. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, പിന്നെ എന്തുകൊണ്ടാണ് അവളത് പോലീസ് തുറന്നു പറയാതിരുന്നത് എന്ന്. അന്നേരം രേവതിക്കുട്ടി പറയും, അങ്ങനെ തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ രോഹിത്തിൻ്റെയും ഹരിയുടെയും ജീവിതം നശിച്ചു പോകില്ല, അതുകൊണ്ടാണ് പറയാതിരുന്നത് എന്ന് പറയുമ്പം, നശിച്ചു പോട്ടെ, അവന്മാരുടെ ജീവിതം നശിച്ചു പോകണം, ശരിക്കും ഇവന്മാരെയൊക്കെ തൂക്കിക്കൊല്ലുക ചെയ്യേണ്ടത് എന്ന് പറയുമ്പം രേവതിക്കുട്ടി പറയുന്നുണ്ട്, അവരെ മാത്രം ഓർത്തല്ല ചേച്ചി അത് തുറന്നു പറയാതിരുന്നത്, അവിടെ ആ ബാലേന്ദ്രൻ സാറൊക്കെ പാവങ്ങളാണ്, അതുപോലെ ഈ ഹരി എന്ന് പറയുന്നത് മനുവേട്ടൻ്റെ അനിയനാണ് എന്ന് പറയുമ്പം, അന്ന് നമ്മൾ എറണാകുളത്ത് വെച്ച് കണ്ട മനു ആണോ എന്ന് ചോദിക്കും. അന്ന് ബ്രോഡ്വേ വെച്ച് കണ്ട മനു ആണോ എന്ന് ചോദിക്കുമ്പോൾ അതേ എന്ന് പറയും. രേവതിക്കുട്ടി പറയുന്നുണ്ട്, ഈ മനുവേട്ടൻ ഒരു പാവമാണ്, ചേച്ചിക്ക് വേണ്ടി ബൈസ്റ്റാൻഡറായിട്ട് ഹോസ്പിറ്റലിൽ നിന്നതും ചേച്ചിയുടെ എല്ലാ കാര്യങ്ങളും നോക്കിയതും മനുവേട്ടനാണ്, മനുവേട്ടൻ ഒരു പാവമാണ് എന്നൊക്കെ ഇങ്ങനെ പറയുവാണ്. അന്നേരം ഗ്രേസിയമ്മയ്ക്ക് ആകെ വിഷമമാവുന്നുണ്ട് കേട്ടോ. ഏതായാലും ഇതിന് ശേഷം ഗ്രേസിയമ്മ പറയുന്നുണ്ട്, നിന്നെ ഏതായാലും വിശ്വസിക്കാൻ കൊള്ളത്തില്ല, ഇത്രയും നാളും നീ ഈ രഹസ്യം ഞങ്ങളോട് പറഞ്ഞില്ലല്ലോ എന്ന് പറയുമ്പം രേവതിക്കുട്ടി പറയുന്നുണ്ട്, എന്നെ വിശ്വസിക്കാം, അതുകൊണ്ടല്ലേ ഈ രഹസ്യം ഞാൻ പുറത്ത് പറയാതിരുന്നത് എന്ന് പറഞ്ഞിട്ട് ഒരു ചിരി ചിരിക്കുവാണ്. ഏതായാലും ഗ്രേസിയമ്മ അതങ്ങ് വിട്ടു. പിന്നെ കാണിക്കുന്ന അലീനയാണ്. അലീന വീട്ടിലുള്ള സമയത്ത് 2 സിസ്റ്റർമാർ വരും അനാഥാലയത്തിൽ നിന്നാണ്, അവർക്ക് കുറച്ച് എന്തോ പൈസ കൊടുക്കുകയും ചെയ്യും അലീന. ഇത് കണ്ടുകൊണ്ടാട്ടോ അങ്ങോട്ടേക്ക് ബാലേന്ദ്രൻ വരുന്നത്, ഉച്ചയ്ക്കുണ്ണാനായിട്ട് വരുന്നതാണ്. ഏതായാലും അകത്തോട്ട് കയറി വന്ന് ഡ്രസ്സൊക്കെ മാറി ഊണ് കഴിക്കാനിരിക്കുവാണ്. അന്നേരം അലീനയോട് ചോദിക്കും, ഭക്ഷണം കഴിച്ചോ എന്ന്. ഇല്ല എന്ന് പറയുമ്പോൾ, എന്നാൽ ഇപ്പോൾ കഴിക്കാമെന്ന് പറഞ്ഞ് അവിടെ തന്നെ പിടിച്ചിരുത്തുക. അന്നേരം നീ ഇവിടെ ഇരുന്ന് കഴിക്കുക എന്ന് പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് അലീനയ്ക്ക് ഇരിക്കാനേ. അന്നേരം നീ എന്തിനാ പേടിക്കുന്നത്, അവിടെ ഇരുന്ന് കഴിക്കുക എന്ന് പറഞ്ഞ് നിർബന്ധിക്കുമ്പം പാത്രം എടുത്ത് വെച്ച് കഴിഞ്ഞെങ്കിൽ പ്ലേറ്റിലേക്ക് ചോറ് വിളമ്പി കൊടുക്കുന്നത് ബാലേന്ദ്രനാട്ടോ. ചോറ് വിളമ്പി കൊടുത്തിട്ട് നിനക്ക് ഇഷ്ടമുള്ള കറികളൊക്കെ എടുത്ത് ഭക്ഷണം കഴിക്കുക എന്ന് പറയും. അത് കഴിക്കാനിരിക്കുമ്പോൾ ഭയങ്കര സന്തോഷം അലീനയ്ക്ക്. അന്നേരം അലീന ബാലേന്ദ്രനോട് പറയുവാണ്, ഇത് കണ്ടുകൊണ്ട് മാഡം ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ നല്ല രസമായിരിക്കുമെന്ന്. അന്നേരം ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, കണ്ടുകൊണ്ട് വന്ന എന്താ പ്രശ്നം, ഇവിടെ കള്ളത്തരമൊന്നും നടക്കുന്നില്ലല്ലോ എന്നും പറയും. അത് കഴിഞ്ഞ്
അലീനയോട് ചോദിക്കും ആ സിസ്റ്റർമാർക്ക് എത്ര രൂപയാണ് കൊടുത്തത് എന്ന്. അന്നേരം പറയാനൊരു മടിയാണേ. അന്നേരം പോരട്ടെ ഞാനൊന്ന് കേൾക്കട്ടെ എന്ന് പറയുവാണ് ബാലേന്ദ്രൻ. അന്നേരം അലീന പറയും 2000 രൂപ കൊടുത്തു എന്ന്. അന്നേരം ബാലേന്ദ്രൻ ചോദിക്കും ഈ നെടുമ്പുരിക്കൽ ബാലേന്ദ്രനേക്കാളും വലിയ പണക്കാരിയാണോ നീ? ഞാൻ മാക്സിമം കൊടുക്കുന്നത് 250 രൂപയാണ്, അല്ലെങ്കിൽ 500, അതിൽ കൂടുതൽ ഞാൻ കൊടുക്കാറില്ല എന്ന് പറയുമ്പം അലീന പറയുവാണ് സാറ് അത്രയും രൂപ കൊടുത്താൽ മതി, കാരണം അനാഥാലയത്തിലെ ബുദ്ധിമുട്ട് എന്താണ് എന്ന് സാറിന് അറിയത്തില്ലല്ലോ. കഴിഞ്ഞ 22 വർഷം ഞാൻ കഴിഞ്ഞത് അനാഥാലയത്തിലാണ്, അതുകൊണ്ട് അവിടുത്തെ കഷ്ടപ്പാട് എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ പൈസ കൊടുക്കുന്നത് എന്ന് പറയുമ്പം ബാലേന്ദ്രൻ പറയും അതെന്തെങ്കിലും ആട്ടെ, അതവിടെ നിൽക്കട്ടെ, ഏതായാലും ഊണ് കഴിച്ച് കഴിഞ്ഞാൽ നമുക്കൊന്ന് പുറത്ത് പോകണമെന്ന് പറയും. അന്നേരം അയ്യോ എങ്ങനെ പുറത്ത് പോകുന്നത്, മുത്തശ്ശി ഇവിടെ തന്നെയല്ലേ ഉള്ളൂ എന്ന് ചോദിക്കുമ്പം അതൊക്കെ ഞാൻ റെഡിയാക്കിക്കോളാം, നീ പെട്ടെന്ന് ഭക്ഷണം കഴിച്ചിട്ട് റെഡിയാകുക എന്ന് പറയുക. അന്നേരം അലീന ഇങ്ങനെ അന്തിച്ച് നിൽക്കുവാണേ. അന്നേരം ഞാൻ പറഞ്ഞത് കേട്ടില്ലേ, അങ്ങനെ ചെയ്യേ എന്ന് പറയുന്നു. ഏതായാലും ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ അലീന റെഡി ആവുന്നു. എന്നിട്ട് മുത്തശ്ശിയോട് പറയുമ്പോൾ മുത്തശ്ശി ചോദിക്കും നിങ്ങൾ പെട്ടെന്ന് വരുമോ എന്ന് ചോദിക്കും. അന്നേരം അറിയില്ല, ബാലേന്ദ്രൻ സാർ അതിനോട് റെഡിയാകാൻ പറഞ്ഞത് എന്ന് പറയും. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നെങ്കിൽ ബാലേന്ദ്രൻ റൂമിലേക്ക് കയറി വരും. എന്നിട്ട് മുത്തശ്ശിയോട് ചോദിക്കുന്നുണ്ട് ഒരു അരമണിക്കൂർ തനിച്ച് കിടക്കാൻ പറ്റുമോന്ന്. എന്നിട്ട് മുത്തശ്ശി പറയും ഒരു അരമണിക്കൂറിനല്ല 1.5 മണിക്കൂർ വേണമെങ്കിൽ ഞാൻ കിടന്നോളാം, നിങ്ങളെ എവിടെ പോകുക എന്ന് ചോദിക്കും. അന്നേരം ബാലേന്ദ്രൻ പറയുവാണ് ഇവളുടെ പേരിൽ ഒരു അക്കൗണ്ട് തുടങ്ങാനാണ്, കാരണം ഇവളുടെ കയ്യിൽ പൈസ ഇരുന്നാൽ ശരിയാകിയല്ല, ഓട്ടക്കൈയാണ്, ആരെങ്കിലും വരുമ്പോൾ മൊത്തം പെറുക്കി കൊടുക്കും. ഇപ്പോൾ തന്നെ അനാഥാലയത്തിൽ വന്ന സിസ്റ്റർമാർക്ക് 2000 3000 എടുത്ത് കൊടുത്തിട്ട് നിൽക്കുവാണെന്ന് പറയുമ്പോൾ അലീന ഇങ്ങനെ ചമ്മി നിൽക്കുവാണ്. മുത്തശ്ശി വഴക്ക് പറയും. അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട് നിൻ്റെ ഈ സ്വഭാവം ശരിയല്ല കേട്ടോ അലീനയെന്ന്. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട് ഹോസ്പിറ്റലിൽ രേവതിയുടെ കൂടെ വന്നായിരുന്നു അവളുടെ വീട്ടുകാർ, അന്നേരം അവർ കൊടുത്ത പൈസയാണ്, അതാണ് ഇപ്പോൾ തീർത്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറയും. അന്നേരം ബാലേന്ദ്രനോട് മുത്തശ്ശി പറയുന്നുണ്ട് ഏതായാലും ബാങ്ക് അക്കൗണ്ട് തുടങ്ങുന്നത് നന്നായി, ഇവളുടെ കയ്യിൽ ഒന്നും ഇരിക്കത്തില്ല, ഇനിയിപ്പോൾ എങ്ങനെ എടുത്ത് ചിലവാക്കുന്നതെന്ന് കാണാമല്ലോ എന്ന് മുത്തശ്ശി പറയുവാണ്. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട് ഇനി ഇവളുടെ ശമ്പളം നേരെ അക്കൗണ്ടിലേക്ക് ഇടുകയുള്ളൂ എന്ന്. അന്നേരം അലീന പറയും കുറച്ച് പൈസ എൻ്റെ കയ്യിൽ വേണമെന്ന് പറയുമ്പം വേണ്ട പൈസ എത്രയാണെന്ന് വെച്ചാൽ കയ്യിലെടുത്ത് വെച്ചു, ബാക്കി അക്കൗണ്ടിലിടാമെന്ന് പറയുന്നു. എന്നിട്ട് മുത്തശ്ശിയോട് യാത്ര പറഞ്ഞ് അവർ രണ്ടുപേരോടെ അങ്ങ് പോവുകയാണ്. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട് പേടിക്കൊന്നും വേണ്ട, ഞങ്ങൾ പുറത്തുനിന്ന് പൂട്ടിക്കൊണ്ട് പൊക്കോളാം എന്ന്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ വൈജയന്തി ആകെ ടെൻഷനോടെ വീട്ടിലോട്ട് വന്ന് കയറുവാണ്. വന്ന് തുറക്കുന്നത് ബബിതയാണ്. അന്നേരം ബബിതേനെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുമ്പോൾ ബബിത ഒരു ഗുഡ് ഈവനിങ് ഒക്കെ പറയും. അന്നേരം മൈൻഡ് ചെയ്യുന്നില്ല, കട്ടക്കലിപ്പില. അന്നേരം എന്താ അമ്മയെന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെ പോവുകയാണെങ്കിൽ കാര്യങ്ങൾ ഗുരുതരമാകും എന്ന് പറയുമ്പോഴേക്കും ബബിത ഒന്ന് ഞെട്ടുന്നുണ്ട് കേട്ടോ. ബബിതയുടെ കയ്യിൽ എന്തൊക്കെയോ കള്ളത്തരം വേറെ ഉണ്ട്. അവൾ പെട്ടെന്ന് ഫോണിലേക്കൊക്കെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കിയിട്ട് ഇങ്ങനെ മാറി നിൽക്കുക. നേരെ അകത്തേക്ക് കയറി വരുവാണ് വൈജയന്തി. കാരണം വേറെ മക്കളെയൊന്നും കൂടെയുള്ള മക്കളെയൊന്നും ശ്രദ്ധിക്കാൻ വൈജയന്തിക്ക് സമയമില്ല, അലീനയുടെ തലയിൽ കയറാനല്ലേ നേരമുള്ളൂ. അതുകൊണ്ട് നേരെ അകത്തേക്ക് കയറി വരുന്നു. അന്നേരം അവിടെ ഓംലേറ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കൃഷ്ണമോൾ. വേണോ എന്ന് ചോദിക്കുമ്പം എനിക്ക് വേണ്ട, നിനക്ക് വേണേൽ കഴിച്ചിട്ട് എഴുന്നേറ്റ് പോകും എന്ന് പറയും. എന്നിട്ട് എന്ത് സ്വഭാവം അമ്മയുടേത് എന്ന് ചോദിക്കുമ്പം പിന്നെ ഞാൻ എന്നാ ചെയ്യണമായിരുന്നു, നിന്നോട് താണു കേണ് പറയണമായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ കൃഷ്ണമോൾ പറയുന്നുണ്ട് വേണ്ട മോളെ നീ കഴിച്ചോ എന്ന് പറയായിരുന്നല്ലോ, ഇനി എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് തരാൻ എനിക്ക് തോന്നുമോ എന്ന് ചോദിക്കും. അന്നേരം അത് മൈൻഡ് ചെയ്യാതെ അലീനെ വിളിക്കുക. അന്നേരം കൃഷ്ണമോൾ അവിടെ ഇരുന്ന് ഇങ്ങനെ പിറുപിറുക്കുന്ന പോലെ പറയുവാണ് ഇനി അവിടുന്നൂടെ കിട്ടിയാലേ മനസ്സമാധാനം ആകുള്ളൂ എന്ന്. അതുപോലെ തന്നെ വൈജയന്തി അലീന പറയുമ്പോൾ ചോദിക്കുന്നുണ്ട് നീ ഇന്ന് പുറത്ത് പോയായിരുന്നു എന്ന്. പോയി എന്ന് പറയുമ്പം ഇങ്ങനെ കറങ്ങി നടക്കാനാണോ നിനക്ക് ശമ്പളം തരുന്നത് എന്ന് ചോദിക്കും. അന്നേരം അലീന പറയുന്നുണ്ട് യജമാനൻ പറഞ്ഞു ഞാൻ അനുസരിച്ചു എന്ന്. അന്നേരം അങ്ങനെ യജമാനൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്ക് വരുന്നില്ല എന്ന് പറയാൻ മേലായിരുന്നോ എന്ന് ചോദിക്കും. അന്നേരം അലീന പറയുന്നുണ്ട് മുത്തശ്ശിയോട് പറഞ്ഞിട്ടാണ് ഞങ്ങൾ പോയത്, മുത്തശ്ശിയും ബാലേന്ദ്രൻ സാറും പറഞ്ഞിട്ടാണ് ഞാൻ കൂടെ പോയത്, അവരുടെ മേലിൽ ഒരു തീരുമാനമെടുക്കാനുള്ള അധികാരം എനിക്കില്ലല്ലോ, അതുകൊണ്ടാണ് കൂടെ പോയത് എന്ന് പറയും. അന്നേരം അടുത്ത ചോദ്യം വരുവാണ് നീ ബാലേന്ദ്രൻ്റെ കൂടെ കാറയിലാണോ പോയതെന്ന്. അന്നേരം അലീന ഇതെന്ത് ചോദ്യമാണ് മാഡം, സാറ് കാറിലും എനിക്ക് പുറകെ നടന്നും പോകാൻ പറ്റുമോ എന്ന് ചോദിക്കുവാണ്. അന്നേരം വൈജയന്തി ദേഷ്യത്തോടെ നീ എന്താ എന്നോട് തർക്കുത്തരം പറയുവാണോ, ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ നീ വന്ന സമയത്ത്, പൂച്ചയെ പോലെ ഇരുന്നത്, ഇപ്പം വാക്കിന് ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10 തിരിച്ചു പറയുമെന്ന് പറയും. അന്നേരം അലീന പറയുന്നുണ്ട് നമ്മളോട് എങ്ങനെയാണോ പെരുമാറുന്നത് അതുപോലെ തിരിച്ചും പെരുമാറും, ആദ്യമൊക്കെ മിണ്ടാതിരുന്ന് നോക്കി പക്ഷേ രക്ഷയില്ല എന്ന് കരുതിയപ്പോഴാണ് തിരിച്ച് പറയാൻ തീരുമാനിച്ചത് എന്ന് പറയുമ്പോൾ അപ്പോൾ നീ എന്നോട് തർക്കുത്തരം പറയുമല്ലേ എന്ന് ചോദിക്കും. അന്നേരം അലീന പറയുന്നുണ്ട് ഇങ്ങോട്ട് കിട്ടുന്ന ചോദ്യം എങ്ങനെയാണോ ആ രീതിയിൽ അങ്ങോട്ട് മറുപടിയും കിട്ടുമെന്ന് പറയുവാണ്. അന്നേരം പറയുന്നുണ്ട് അതൊന്നും ഇവിടെ നടക്കില്ല, നിന്നെ ഞാൻ ഇവിടുന്ന് പറപ്പിക്കുമെന്ന് പറയുക. അന്നേരം അലീന ചോദിക്കുന്നുണ്ട് എന്നെ പറഞ്ഞു വിട്ടോ, ഞാൻ പറഞ്ഞോ വേണ്ടാന്ന് പറഞ്ഞോ എന്ന് ചോദിക്കും. അന്നേരം എന്നാ ഇറങ്ങി പോടി എന്ന് പറയുമ്പം അലീന പറയുവാണ് അങ്ങനെ മേഡം പറയുമ്പോൾ ഞാൻ ഇറങ്ങി പോകുകയില്ല, എന്നെ ഉത്തരവാദിത്തപ്പെട്ടവർ ഇങ്ങോട്ട് കൊണ്ടുവന്നത്, അവർ പറഞ്ഞാലേ ഞാൻ ഇവിടുന്ന് ഇറങ്ങി പോവുള്ളൂ, ബാലചന്ദ്രൻ സാറും മനുവേട്ടനും പറയട്ടെ എന്നിട്ട് ഞാൻ ഇറങ്ങി പോകാമെന്ന് പറയുമ്പം അവർ പറഞ്ഞാലേ നീ
പോകുള്ളൂ എന്ന് വയ്ക്കും. അന്നേരം അവർ പറഞ്ഞാലേ ഞാൻ പോകുള്ളൂ എന്ന് തന്നെ അലീന പറയും. അന്നേരം ഇങ്ങനെ കലിതുള്ളി നിൽക്കും കേട്ടോ വൈജയന്തി. അന്നേരം അലീന വന്നിട്ട് അടുത്ത് വന്നിട്ട് ഭയങ്കര കൂളായിട്ട് ചോദിക്കുകയാണ്, എന്നാൽ ഞാൻ ഇനി അടുക്കളയിലേക്ക് പോയിക്കോട്ടെ, അടുക്കളയിൽ കുറച്ച് ജോലിയുണ്ട് എന്ന്. അലീന അങ്ങോട്ട് പോകുന്നു, കലിതുള്ളി നിൽക്കുന്നു, എന്ത് ചെയ്യണമെന്ന് അറിയാതെ വൈജയന്തി. അന്നേരം കൃഷ്ണമോൾ എഴുന്നേറ്റ് വന്നിട്ട് ഇപ്പം ഏകദേശം തൃപ്തിയായില്ലേ എന്ന് വെച്ചിട്ട് കൃഷ്ണമോളും അങ്ങ് പോവാണ്. ഏതായാലും ഇതിന് ശേഷം വൈജയന്തി മുത്തശ്ശിയുടെ റൂമിലോട്ട് വരുന്നുണ്ട്. എന്നിട്ട് അലീന ബാലേന്ദ്രൻ്റെ കൂടെ പോയതിനെ പറ്റി ഇങ്ങനെ കുറ്റപ്പെടുത്തി പറയുക. അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട്, അവൾക്ക് ഒരു ബാങ്ക് അക്കൗണ്ട് എടുത്ത് കൊടുക്കാനല്ലേ ബാലേന്ദ്രൻ കൂടെ കൊണ്ടുപോയത്, അതിന് നിനക്ക് എന്തായെന്ന് ചോദിക്കുമ്പം പിന്നെ ഇതൊക്കെ നാണക്കേടല്ലേ, വേലക്കാരിയെയല്ലേ കൂടെ കൊണ്ടുപോകുന്നത്, അല്ലാതെ എന്നെയോ മക്കളെയാണോ എന്നൊക്കെ ചോദിക്കുമ്പം എടി അതിന് നാട്ടുകാരല്ലല്ലോ അവന് ചിലവിന് കൊടുക്കുന്നത്, പിന്നെ എന്തായെന്ന് ചോദിക്കും. അന്നേരം വീണ്ടും ബാലേന്ദ്രനെയും അതുപോലെ അലീനയും അങ്ങ് ഒന്നും അല്ലാത്ത രീതിയിൽ നാണം കെടുത്തുന്ന രീതിയിലുള്ള സംസാരമാണ് വൈജയന്തിയുടെ വായിൽ നിന്ന് വരുന്നത്. സഹിയേറ്റ് ചെയ്യുമ്പം മുത്തശ്ശി ചോദിക്കും, ഇങ്ങനെയൊക്കെ സദാചാരം പറയാൻ നീ എങ്ങനെയായിരുന്നു എന്ന് ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. അന്നേരെ വായടഞ്ഞു പോകും വൈജയന്തിയുടെ. അങ്ങനെ അന്തം വിട്ട് നിൽക്കുവാണ്. മുത്തശ്ശി അങ്ങനെ പറയുമെന്ന് ഓർത്തില്ല. ഇങ്ങനെ വെളുത്ത് നിൽപ്പുണ്ട് വൈജയന്തി. അത്രയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു. അത് കഴിഞ്ഞ് പ്രൊമോയിൽ അലീനെ ചൊറിയാൻ ചെല്ലുന്നുണ്ട്, മാക്സിമം ചൊറിയുന്നുണ്ട്. അന്നേരം അലീന തിരിച്ചു ചോദിക്കുന്നുണ്ട്, ഒരാളെ ഇതുപോലെ കുറ്റപ്പെടുത്തുമ്പം ഒരു ആത്മപരിശോധന നല്ലതാണ്, താൻ എങ്ങനെയായിരുന്നു ഇതിനു മുമ്പ് ജീവിച്ചത് എന്ന്. അതേതായാലും അങ്ങനെ ചിന്തിക്കുന്നത് ആത്മപരിശോധന നടത്തുന്നത് നല്ലതാണ് എന്ന് പറയുമ്പോഴും ആകെ പേടിച്ച് വിറച്ച് നിൽക്കുന്ന വൈജയന്തിയെ കാണിക്കുന്നുണ്ട്. ഇതൊക്കെയായിരുന്നു ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചത്.